ഹായ്, ഇന്നൊരു ലഞ്ചിൻ്റെ റെസിപ്പി ആയാലോ? വളരെ വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതും അതേപോലെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ സ്കൂളിലും ഓഫീസിലും ഒക്കെ കൊണ്ടുപോകാൻ പറ്റുന്നതുമായ ഒരു ലഞ്ചിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീറ്റ്റൂട്ട് തോരനും ചമ്മന്തിയും അതേപോലെ തന്നെ മീൻ വറുത്തതുമാണ്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് ഒന്ന് നന്നായിട്ട് ചൂടായി വന്ന ശേഷം അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. ഞാനിവിടെ ബീറ്റ്റൂട്ടും അതേപോലെ തന്നെ സവോളയും പച്ചമുളകും എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങയോടെ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു 3 കഷ്ണം മതിയാവും കേട്ടോ. ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വന്നതിന് ശേഷം വേണം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ ബീറ്റ്റൂട്ടിന് അരച്ച് ചേർക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുവാണെങ്കിൽ ആ ബീറ്റ്റൂട്ടിൻ്റെ ഒരു കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു ചുവയുണ്ടല്ലോ, ആ ഒരു ചുവ മാറി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ അരിഞ്ഞു വെച്ചതിന് ശേഷം ഇത് തേങ്ങയും കൂട്ടി, സവോളയും തേങ്ങയും പച്ചമുളകും ഒക്കെ കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് വേവിക്കാവുന്നതാണ്. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ വേവിക്കുക കേട്ടോ, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കുന്നതായിരിക്കും. വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഈ ബീട്രൂട്ടിൽ തന്നെ അത്യാവശ്യം നല്ലതായിട്ട് വെള്ളമുണ്ട്. അതേപോലെ തന്നെ നമ്മൾ തേങ്ങയും സവോളയൊക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്തായിരുന്നല്ലോ, അപ്പോൾ ഒരു വെള്ളമയമുണ്ട്. അതുകൊണ്ട് അതിൽ തന്നെ കിടന്ന് വാടി കിട്ടിയാൽ മതിയാകും. ഇനി ഈ ബീട്രൂട്ട് ഒന്ന് വേകട്ടെ. ആ വേകുന്ന സമയം കൊണ്ട് നമുക്ക് മീൻ വറുത്തെടുക്കാവുന്നതാണ്. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാകട്ടെ. ആ ഒരു ചൂടാകുന്ന ടൈമിൽ നമുക്ക് ഇടയ്ക്കൊന്ന് ബീട്രൂട്ട് കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അടിക്ക് പിടിച്ചേക്കും. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇതേണ്ട ബീട്രൂട്ട് ഏകദേശം ഒരു സെറ്റായി വരുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് ചൂടായി സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില ആഡ് ചെയ്തു കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു 3-4 തണ്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പുറത്തോട്ടാണ് ഞാൻ മീൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് മത്തിയാണ് കേട്ടോ. അപ്പം മത്തി അല്ലെങ്കിൽ ചാള എന്നൊക്കെ പറയുന്ന മീനില്ലേ, അപ്പം നിങ്ങളുടെ നാട്ടിൽ ഈ മത്തിക്ക് എന്നാ പേര് പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ ഒരു ടൈമിൽ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ തോരനെല്ലാം റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയോടെ ഇട്ട് നമുക്ക് വാങ്ങി വെക്കാവുന്നതാണ്. ഇതിൻ്റെ തോരനെല്ലാം നല്ലപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറിവേപ്പില ലാസ്റ്റ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതിയാകും. കറിവേപ്പിലയോടെ ഇട്ട് നമുക്ക് തോരൻ വാങ്ങി വെക്കാവുന്നതാണ്. ഇനി നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്യാൻ ഇട്ടിരിക്കുന്നത് ഞാൻ ഈ അടുപ്പിലോട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ അടുപ്പിൽ നിന്ന് ഈ അടുപ്പിലേക്കൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഒരു വശം മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് അടുത്ത വശം തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ശേഷം വേണ്ട ഒരു ചമ്മന്തിയുടെ ഞാൻ അരയ്ക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനിവിടെ 3-4 കഷ്ണം ചുമന്നുള്ളി, ഒരു 2 കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പ്, ഒരു ചെറിയ കഷ്ണം പുളി എന്നിവ ചേർത്ത് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് തേങ്ങയും ആവശ്യത്തിന് മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു പാകത്തിന് എല്ലാം ഒന്ന് അരഞ്ഞ് കിട്ടണം. അപ്പോൾ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ കറികളും അതേപോലെ തന്നെ ചോറും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ലഞ്ച് ബോക്സിലേക്ക് നമുക്കിത് മാറ്റാവുന്നതാണ്. അപ്പോൾ ആവശ്യത്തിന് ചോറ് വെച്ച് അതിനകത്തിലേക്ക് ഞാൻ ഇതേണ്ട ബീട്രൂട്ട് തോരനും അതേപോലെ തന്നെ ചമ്മന്തിയും മീൻ വറുത്തതും എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പം മോൻ്റെ ലഞ്ച് ബോക്സാണ് കേട്ടോ ഇത്. അപ്പോൾ അവന് ആവശ്യമായതെല്ലാം വെച്ച് ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ 2 ലഞ്ച് ബോക്സോടെ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതേപോലെ ഒന്ന് ഈ ബീട്രൂട്ട് തോരനൊന്ന് വെച്ച് നോക്കൂ കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ബീട്രൂട്ട് തോരനായിട്ട് മാറും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, ബൈ.